രാവിലെ ചെണ്ടക്കപ്പ മേയിച്ച്, ചെണ്ടക്കപ്പ എന്ന് പറഞ്ഞാൽ കപ്പ മുറിച്ച് വിഴുങ്ങുന്നത് തന്നെ. ചെണ്ടക്കപ്പ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഓർക്കുന്നത് ചെണ്ടമുറി നമ്മൾ പറയും. ഇപ്പൊ ചെണ്ടക്കപ്പ ഇന്ന് പുഴുങ്ങി, ഉണക്കമീൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്, അതും വറുത്ത് കാന്താരി അരയ്ക്കും. പിന്നെ അത്യാവശ്യം വേണമെങ്കിൽ തൈരും കൂടെ ഒഴിക്കാം. തൈര് സംബന്ധി, മീൻ വറുത്തതും കപ്പ പുഴുങ്ങിയതും ഇന്നത്തെ കാപ്പി. കപ്പേ അടുപ്പിലോട്ട് വെക്കാം. പെട്ടെന്ന് വേഗമെന്നാന്ന് തോന്നുന്നു, അതുകൊണ്ട് ഒരു ബിസിൽ മതിയായിരിക്കും. ഉപ്പും കൂടെ ഇട്ടേക്കാം. വെക്കുമ്പോഴേ ചെണ്ടക്കപ്പ വെക്കുമ്പം കപ്പയ്ക്ക് ഉപ്പിട്ട് വെക്കണം. അല്ലെ ഉപ്പ് പിടിക്കുകയല്ല. അരച്ചിട്ട് വേവിക്കുന്നതാണെങ്കിൽ നമ്മൾ അതിനകത്ത് ഊറ്റിക്കഴിഞ്ഞ് ഉപ്പിട്ടാൽ മതി. ഇത് ചെണ്ടക്കപ്പയ്ക്ക് വെക്കുമ്പോൾ ഉപ്പിട്ട് വേണം വെക്കാൻ, എന്നാലേ കപ്പ വേകുമ്പോഴത്തേന് ഉപ്പും പിടിക്കുള്ളൂ. കപ്പ ഇവിടെ നിന്ന് വേകട്ടെ. ആ നേരത്തിന് കാന്താരി അരയ്ക്കണം. വെയിലത്ത് രാവിലെ എഴുന്നേറ്റ് വെയിലത്ത് വന്ന് നിൽക്കുന്നത് നല്ലതാണ്, നല്ല രസമുണ്ട്. തണുപ്പൊക്കെ ആയിട്ടേ രാവിലെ വെയിലത്ത് വന്ന് നിൽക്കുമ്പോൾ നല്ല ചൂട്. പിന്നെ രാവിലെ ഒന്ന് വെയിലത്ത് നിന്ന വൈറ്റമിൻ ഡി ഒക്കെ കിട്ടിക്കോളൂ. അതുകൊണ്ടാ നിൽക്കുന്നത്. എനിക്ക് ഇച്ചിരി അവിയൽ കഴിക്കണമെന്ന് വലിയൊരു ആഗ്രഹം. പച്ചക്കറി ലാസ്റ്റ് പച്ചക്കറി തീരാറായി, എന്നാലും ഉള്ളതൊക്കെ വെച്ച് നമുക്കൊരു അവിയൽ അങ്ങ് വെക്കാം. ഇന്നത്തെ കാര്യം പോക്കാടാ കുഞ്ഞി. അവിയലും രസവുമായിരുന്നല്ലോ അല്ലേ? ആണോ? അവിയലും രസവുമാ കോമ്പിനേഷൻ. പക്ഷെ നമ്മുടെ മല്ലിയിലെല്ലാം തീർന്നോണ്ടേ നമുക്ക് ചക്ക പറിച്ചുകൊണ്ട് വെച്ചിരിക്കുന്ന ഇടിഞ്ചക്ക വെക്കാനായിട്ട് അത് നമുക്കൊന്ന് തേങ്ങ പാലൊഴിച്ച് ചിക്കൻ കറി പോലെ വെക്കാം. കുഞ്ഞെ പറ്റിക്കാൻ. പൊക്കോടാ പൊക്കോ. നിന്റെ വല്യമ്മയാണോ വിളിക്കുന്നത്? പോടാ. നമ്മുടെ കപ്പ റെഡിയായല്ലേ? നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ ഫ്രിഡ്ജിനെ മേളിക്കളൊക്കെ കയറി പോകുന്നുണ്ട് കേട്ടോ. എന്തെല്ലാമോ എടുക്കാനുള്ള കലാപരിപാടിയാന്ന് തോന്നുന്നു. വേണ്ടാ, ഇത് ഈ തുണിക്കകത്ത് കിഴുത് കയറി കിടന്ന് ഉറങ്ങാൻ പോകാൻ തോന്നുന്നു കേട്ടോ. നോക്കിയേ, കയറി കിടന്നു. കാര്യങ്ങള് കപ്പ വെന്തു, കാന്താരി അരയ്ക്കാൻ പോകുന്നു, മീനും കൂടെ വെക്കണം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കാപ്പി എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ചെണ്ടമുറിയൻ കപ്പയും കാന്താരി തൈര് സംബന്ധി ചെറിയ ഉണക്കമീൻ പീസും ഉണ്ട്. അപ്പോൾ കഴിച്ചേക്കാം. നല്ല സൂപ്പർ കപ്പ, തൈര് മുളകും. കുഞ്ഞി എന്നാ പരിപാടി ഇത്? എന്നാടാ അട ഉണ്ടാക്കുവാണ് കപ്പയും കൊണ്ട്? കപ്പ ട്രാൻസ്പെറന്റ് ആവും. ഞാനേ ഇന്നലെ മീൻ തേങ്ങ വെച്ച് ചതച്ച് വെച്ചതാ, കാന്താരി വെച്ച. അത് നല്ല സൂപ്പറാ. ചെണ്ടക്കപ്പയ്ക്ക് അടിപൊളിയാവും. തൈര് സംബന്ധി നല്ല സൂപ്പറിങ് കപ്പയാ. നല്ല എരിവ് കിട്ടും കാന്താരിക്ക്. ആണോ? തൈരിന് പുളിയില്ലേ? തൈര് തന്നെ ഉണ്ടോ? തൈര് തന്നെയുണ്ട്. അത് എരിവ് കൂടുതലാണോ? എവിടുന്ന് എരിവ് കുറവാണല്ലോ ഇതിന്. പണ്ടൊക്കെ ചെണ്ടക്കപ്പ കഴിക്കുമ്പോഴേ ചെറുപ്പത്തിലേ ഈ വാലുകപ്പയ്ക്ക് വഴക്ക് പിടിക്കും. ഇങ്ങനത്തെ കപ്പയുടെ തലക്കത്തിന് അതിന് പ്രത്യേക രുചിയാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വഴക്ക് പിടിക്കുക. അങ്ങനൊന്നും അറിയത്തില്ല. പക്ഷെ വാലുകപ്പ നല്ലതാണെന്നാ പറയുന്നേ. എല്ലാം നല്ലതാ, പക്ഷെ ഈ പിള്ളേരായിരിക്കുമ്പോ ഇത് കാണാനൊരു രസമില്ല ഇങ്ങനെ ഇരിക്കുന്നേ. അത് ഞങ്ങൾ ഉപ്പ് ഞങ്ങൾക്ക് ബാലകൃഷ്ണൻ വേണം. അച്ചമ്മച്ചിരൊക്കെ ചെറുപ്പത്തിൽ പറമ്പിൽ നിറച്ച് കപ്പയായോണ്ട് എന്നും കപ്പയില്ലായിരുന്നു. എന്നും കപ്പയുണ്ട്. ചക്കയായ എന്നും ചക്ക. ചക്ക രാവിലെ 4 മണിക്കും കഴിക്കും. ഒറ്റ ദിവസം കഴിക്കും. ചക്ക തീരുന്നണം വരെ കപ്പ ചക്ക അത് മാത്രമല്ലേ ഉണ്ടായിരുന്നു. ഇന്നാ ഈ 4 മണിക്കാപ്പി കുറവ്. പണ്ടൊക്കെ 4 മണിക്ക് ഒരു കലം ചക്കയോ കപ്പയോ കഴിക്കും.
അന്നേരം ഇന്നത്തെ പോലെ ചുമ്മാ ഇരിക്കുമല്ല, പറമ്പിൽ നിന്ന് കയറാത്ത പണിയാ. ആ അത് ശരിയാ, ഒന്ന് വർക്ക് കൂടുതല, ഹാർഡ് വർക്കിങ്ങാ. ആരെങ്കിലും ഒരാളെ അടുക്കളയിൽ കാണുള്ളൂ. ഞാൻ അറിവായ പിന്നെ അമ്മച്ചിയും പറമ്പിലോട്ട് നിൽക്കും, പിന്നെ ഞാൻ അടുക്കളയില്ല. അപ്പം കഞ്ഞിയും കറിയും എല്ലാം നമ്മൾ തന്നെ എല്ലാം വെക്കണം. അടുക്കള കയറുന്ന ആൾക്കാരുടെ നല്ല ജോലി ഭാരമാണ് അടുക്കളക്കാർക്ക്. എന്നാലും നല്ല രസമല്ലേ വീട്ടിലെപ്പോഴും ഇഷ്ടം പോലെ ആളും ബഹളവും. നമ്മുടെ വീട്ടിൽ തന്നെ കൊച്ചന്മാരും എല്ലാരും കൂടെ ആകുമ്പോൾ 10-15 പേരുണ്ട് മിക്കപ്പോഴും കഴിക്കാൻ. അല്ലെങ്കിലും വീടെല്ലാം കൂടെ ചേട്ടനനിയന്മാരെല്ലാം അടുത്തടുത്ത് താമസിക്കുന്ന അപ്പച്ചിമാരും എടുക്കാം. അപ്പം എല്ലാരും കൂടെ വരും. ചിലപ്പം തിന്നാൻ നേരത്തെ എല്ലാരും കാണും. അപ്പൊ ഇതിന് കണക്കൊന്നുമില്ല, ചുമ്മാ ഉണ്ടാക്കി വെക്കും. രാവിലെ കുറെ അങ്ങ് കൊഴുങ്ങും. വരുന്നവര് ആവശ്യത്തിനെടുത്ത് കഴിക്കും. നീതി ഉണ്ടെങ്കിൽ അത് 4 മണിക്ക് പിന്നെ കുഴച്ച് കഴിക്കും. അത് കഴിക്കാൻ വീണ്ടും ആള് വരും. ഇഷ്ടം പോലെ ആളല്ലേ. അന്ന് അയൽവക്കംകാർക്കും ഈ പുതുതായിട്ട് താമസിക്കാൻ വരുന്നവർക്കും ഒക്കെ നമ്മൾ കൊത്തോട്ടി കയറിയ കാലത്തൊക്കെ കുറെ കാലമൊക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞാലും എല്ലാവർക്കും ഒന്നുമില്ല. എന്നാലും നമ്മളെ ഇങ്ങനെ വലിയ വീടായതുകൊണ്ട് ആൾക്കാരൊക്കെ അങ്ങോട്ട് വരും വൈകിട്ട് കിടക്കാൻ. അവർക്കൊക്കെ പെര വെക്കുന്നിടം വരെ, ഒരാലയാണേലും വെക്കുന്നിടം വരെ. അപ്പൊ എല്ലാവർക്കും ഉള്ളത് ചാച്ചമ്പറ ഇഷ്ടം പോലെ ഉണ്ടല്ലോ പറമ്പിലും, പറിച്ചങ്ങ് കുഴുങ്ങി കൊടുത്തേക്കാൻ. എന്നിട്ട് എല്ലാരും തിന്നാലോട്ട് ഇങ്ങനെ നെടുനീളം വായി ചൂടാണ്. കിടക്കും. ഇല്ല കുഴപ്പമില്ല. അപ്പൊ കാപ്പിപ്പൊടി എല്ലാം കഴിഞ്ഞു, എല്ലാവരും ഓരോരോ പണിയൊക്കെ ആയിട്ട് പോയി. അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.